ഒരു മുട്ട കൊണ്ട് 1-2 ആഴ്ചത്തേക്കെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം പറ്റുന്ന നല്ലൊരു ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് കുറച്ച് നാൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ ഷുഗർ നല്ലോണം മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ എല്ലാം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കായി പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. റവ നോർമൽ ആയിട്ടുള്ളത് എടുത്താൽ മതി, വറുത്ത റവ എടുക്കരുത്. സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ റവ തന്നെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 1/2 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നിങ്ങൾ കുഴക്കുന്ന സമയത്ത് കുറച്ച് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണും കൂടി മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ച് നോക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് 2 പീസാക്കിയിട്ട് എടുക്കാം. ഇതിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് ഇതാ ഇതുപോലെ കൈകൊണ്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഈസി സ്നാക്കാണ് കേട്ടോ. പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് എടുക്കാം. ഈ ഒരു സൈസിലാണ് കേട്ടോ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഓരോ പീസും എടുത്തിട്ട് ഇതാ കൈകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കുക. ഓയിൽ ചൂടായിട്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴെല്ലാം നമുക്ക് ചായൻ്റെ കൂടെ എല്ലാം കുടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളിലേക്ക് സ്നാക്സ് എല്ലാം കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഈ ഒരു സ്നാക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം ഇട്ടതിന് ശേഷം 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ചെറിയ തീയിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത്. പക്ഷെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ എല്ലാ സൈഡും ഒരേ കളറിൽ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1-2 മാസമെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.